അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയോ ഉണ്ടായി. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്, ഒട്ടും പ്ലാൻഡ് അല്ലാത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനും അമ്മയും ലച്ചോണ്ണും കൂടി കള്ള് ഷാപ്പിലോട്ട് പോവുകയാണ്. നമ്മൾ കള്ള് ഷാപ്പിൽ പോകണം എന്നും പറഞ്ഞ് ഇറങ്ങിയതല്ല. നമ്മളെ പ്ലാൻ വേറെ ആയിരുന്നു. അത് ഞാൻ വഴിയെ പറയാം. അപ്പം നല്ല ഒതൻറ്റിക് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു കള്ള് ഷാപ്പ്. ഞാൻ കുറച്ച് കള്ള് ഷാപ്പിൽ പോയിട്ടുണ്ട്, ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു പേരിലാണ് കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നത്. ഇത് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന അതേ കള്ള് ഷാപ്പ്, ഒരു മാറ്റമില്ല. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം നല്ല കിടിലം ആംബിയൻസ്. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഫുഡായിട്ട് ഓർഡർ ചെയ്തത് മീൽസ്, പിന്നെ അതേപോലെ തന്നെ കക്കയുടെ തോരൻ, പിന്നെ ചാള, മത്തി വറുത്തത്. ഇതാണ് നമ്മൾ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്തത്. പിന്നെ കള്ള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കള്ളാണ് ഓർഡർ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണോ കള്ള് കുടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കള്ളായിപ്പോവും. ഞാൻ ആദ്യമായിട്ടല്ല കള്ള് കുടിക്കുന്നത്. നമ്മൾ മറ്റേ കള്ളപ്പൂക്കെ കുടിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ കള്ളൊക്കെ മേടിക്കാറുണ്ട്, നമ്മൾ കുടിക്കാറുണ്ട് കള്ളൊക്കെ. അപ്പം ഞാൻ ലച്ചോണ്ണമാണ് കുടിച്ചത്. കുറച്ച് അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്ത്. നല്ല കള്ളായിരുന്നു, അടിപൊളി കള്ളായിരുന്നു. പക്ഷേ കുറച്ച് കിക്കുള്ള കള്ളാണ്, അതാണ് പ്രശ്നം. കുടിക്കാനൊക്കെ സുഖമാണ്, കഞ്ഞിവെള്ളം പോലെ ഇരിക്കും. കുടിക്കാൻ കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലും കണ്ടാൽ കഞ്ഞിവെള്ളം പോലെ ഇരിക്കും. ഞാൻ പക്ഷെ കുടിക്കാൻ നേരം ഇത്രയും അങ്ങ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ലൈക്ക് ഭയങ്കര പുളിച്ച പോലത്തെ ടേസ്റ്റ് ആയിരുന്നു തോന്നുന്നത്. കുറച്ച് നാളായി വീഡിയോ എടുത്തിട്ടാ. അങ്ങനത്തെ ഒരു കള്ളാണ്. അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ കുടിക്കണമെന്നുണ്ട്. പിന്നെ എന്തായാലും മേടിച്ചതാണ്, എൻ്റെ ലച്ചോണൻ്റെ നിർബന്ധപ്രകാരം മേടിച്ചതാണ്. അതുകൊണ്ട് അമ്മ കുടിക്കില്ല. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് പ്ലാനും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മര്യാദയ്ക്ക് നിന്ന് കുടിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അപ്പം കൂടെ ഫുഡിന് നമ്മൾ മീൽസാണല്ലോ ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റായിരുന്നു. ആ മീൽസിൻ്റെ കൂടെ നമുക്ക് ഇതുണ്ടായിരുന്നു, മറ്റേ ഫ്രൈ, നെത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ടച്ചിങ്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതാണ് ഞാൻ കൂടെ കഴിച്ചത്. പിന്നെ ലച്ചുവാണെങ്കിൽ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു, മീൻകറി. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല കിടിലൻ ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചം. കൂടെ നമ്മളുടെ നെത്തോലി ഫ്രൈ, ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആയിരുന്നു. പിന്നെ കപ്പയുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മീൻകറിയൊക്കെ നല്ല അടിപൊളി മീൻകറി. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. ഞങ്ങൾ ഇതുവരെ കൊല്ലത്ത് തേരാപ്പാര ഇറങ്ങി നടന്ന ഞങ്ങളിങ്ങനൊരു സംഭവം ഉള്ളത് അറിഞ്ഞിട്ടേ ഇല്ല. ഇത് ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ ഗണപതി അമ്പലത്തിലൊക്കെ പോയി. അപ്പോഴത്തേക്കും എനിക്ക് പഴങ്കഞ്ഞി കുടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഗണപതി അമ്പലത്തിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കാണ് പഴങ്കഞ്ഞി. അപ്പം നമുക്ക് വേറൊരു പ്ലാൻ ഇടയ്ക്ക് വന്ന്, ബന്ധുക്കാരുടെ വീട്ടിലും കൂടെ കയറണമെന്ന്. അങ്ങനെ പഴങ്കഞ്ഞിയുടെ റൂട്ട് തെറ്റി നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് പോയി. അപ്പോൾ എനിക്ക് പഴങ്കഞ്ഞിയുടെ ആ ഒരു വിഷമം. അപ്പോൾ രാവിലെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഫുഡ് കഴിക്കണ്ട, നമുക്ക് വൈകുന്നേരം അല്ല ഉച്ചയ്ക്കിരുന്ന് നമുക്ക് പഴങ്കഞ്ഞി കഴിക്കാം. രാവിലെ ഫുഡ് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിക്കാമല്ലോ. അതുകൊണ്ട് അമ്മയും കഴിച്ചില്ല. അവസാനം നമ്മൾ വിശന്ന്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇത് കഴിച്ചായിരുന്നു, സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഈ സമയത്തിയപ്പോൾ ഒരു 4-5 മണിയായപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിശപ്പ് തുടങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കള്ള് ഷാപ്പ് കണ്ട് ഞെട്ടിപ്പോയി ഞങ്ങൾ. കാരണം രാവിലെ കഴിക്കാത്തത് ഒരു കുഴപ്പമില്ല, അത്ര അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാനൊക്കെ മറ്റേ ഡയറ്റെന്നും പറഞ്ഞിരുന്നത്, ചോറൊന്നും ഞാൻ ഇനി കഴിക്കത്തില്ലെന്നും പറഞ്ഞിരുന്നത്. പക്ഷേ ടേസ്റ്റ് കണ്ടതും അമ്മ പറഞ്ഞ് ഇത് കഴിച്ചില്ലെങ്കിൽ മിസ്സായി പോകുമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അയലക്കറി ഒന്നും കൂട്ടത്തില്ല, പക്ഷേ ഈ അയല അടിപൊളിയായിരുന്നു. കക്കയൊക്കെ നല്ല കിടിലൻ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. പിന്നെ ഇടയ്ക്ക് അമ്മ ക്യാമറ കാണുന്നെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ ഒളിച്ചിരുന്ന് കുടിക്കുകയാണ്. അമ്മ അപ്പോൾ പറയാണ് ഭയങ്കര എന്തോ ഒരു വീര്യം ഉള്ള പോലത്തെ കള്ള് എന്ന് പറയുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. കള്ളിൻ്റെ കാര്യം പോട്ട്, ഫുഡ് കിടിലമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ചേട്ടന്മാരൊക്കെ സൂപ്പറാണ്. ഞാൻ അയലക്കറി കൂട്ടാത്ത ഞാൻ വരെ കൂട്ടി ഫുഡ് അടിച്ച്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ആ ഒരു നെത്തോലി ഫ്രൈയുടെ ടേസ്റ്റ്, ഞാൻ അങ്ങനെ നെത്തോലി കഴിക്കത്തില്ല, നെത്തോലി മത്തിയൊന്നും ഞാൻ ഇങ്ങനെ കഴിക്കത്തില്ല. പക്ഷേ ഇവിടുത്തെ മത്തിയൊക്കെ അടിപൊളി ടേസ്റ്റ്, മസാലയൊക്കെ കിടിലം. പിന്നെ നെത്തോലി, പിന്നെ ഞാൻ ഒന്നും കൂടി ഒരെണ്ണം ലച്ചുകൊണ്ട് കാലും കൈയും പിടിച്ച് ഓർഡർ ചെയ്യിപ്പിച്ച്.
അപ്പം ലച്ചുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലുതായിട്ട് എതിരൊന്നും നിന്നില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ നാവിൽ ഇനി ഇരിക്കുന്നു. ഇനിയിപ്പോൾ എൻ്റെ കസിൻസൊക്കെ ലച്ചു കാണാൻ പോയി, അപ്പം ഇനിയിപ്പോൾ കസിൻസൊക്കെ ആയിട്ട് ഒന്ന് പോകണമെന്നുണ്ട്. ഞാൻ പോണതിൻ്റെ മുന്നേ എനിക്ക് പോയി കഴിക്കണം ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എൻ്റെ നാവിൽ ഇപ്പോഴും ഇരിക്കുന്നു. അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എങ്കിലും പോകണം, അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്ന നേരം ആ ചേട്ടന്മാർ പറഞ്ഞ് ഇഷ്ടം പോലെ കറികളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 4:30-5 മണിക്കാണ് പോയത്. ഇവരുടെ ആ ഒരു സംഭവം കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്ന ആൾക്കാർ വരുന്നത് ഒരു 6:30-7 മണിക്കാണ്. അപ്പം അപ്പോഴത്തേക്കുള്ള ഫുഡ് നമ്മൾ ചെന്നപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ പറഞ്ഞ് അതും കൂടി കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മാക്ക് ഉണക്കിരുന്ന് തിന്നുവാണ്. കുറച്ച് കള്ളു കുടിച്ചതിൻ്റെ ഷോയാണ് അപ്പുറത്തിരുന്ന് കാണിക്കുന്നത്. എനിക്ക് താല്പര്യമില്ലായിരുന്നു കുറേ കുടിക്കാൻ. അപ്പം വെച്ചോളം പറഞ്ഞു കുടിച്ചേ പറ്റുള്ളൂ, ഓർഡർ ചെയ്തതല്ലേ. അങ്ങനെ ഞാനായിരുന്നു മൊത്തം കുടിച്ച് ഗൈസ്. എനിക്ക് വയ്യ, എൻ്റെ കിളി അപ്പോഴേ പറന്ന്. എൻ്റെ കിളി അപ്പോൾ പറന്ന കിളിയാണ്. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് എൻ്റെ പറന്ന കിളി തിരിച്ചു വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാലും കൈ പിടിച്ച് നെത്തോലി മേടിച്ചെന്ന്. അപ്പം എൻ്റെ ഇതാണ് നെത്തോലി. എൻ്റെ പൊന്നെ, എനിക്ക് കാണുമ്പോഴേ കൊതി വരുന്നു. എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം കഴിച്ച് മറ്റേ പെരുമ്പാമ്പിൻ്റെ കണക്കെൻ്റെ വയറായി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറേ ഷോയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ പറഞ്ഞ് കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്, വന്ന് കാണാൻ പറഞ്ഞ്. എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ആക്രാന്തം ചൂടടപ്പി കയറി മേടിച്ച് എൻ്റെ കൈ അങ്ങ് പൊള്ളി. വാവുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ തലക്കറിയൊക്കെ അവിടെ ഇരിക്കുന്നു. എൻ്റെ പൊന്നെ, എനിക്ക് അതിനകത്ത് കയറി കുളിക്കാനാണ് തോന്നിയത്. തലക്കറിയല്ല, ചൂരക്കറി. പിന്നെ നമ്മൾ കാലും കൈ പിടിച്ച് കുറച്ച് നമുക്ക് തിന്നാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ചൂരയുടെ കറി വെന്തില്ല. എന്നിട്ട് നമ്മൾ ചേട്ടാ ഇത്തിരി ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ കറി മാത്രം തന്നായിരുന്നു, പാവം ചേട്ടൻ. പിന്നെന്താണ്, നാടൻ കോഴിക്കറി ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. ഇത് മറ്റേ ഒക്കെ ഉണ്ടല്ലേ. എനിക്ക് അങ്ങ് വീട്ടിൽ കൊണ്ടുവന്ന് തോന്നുന്നു കലത്തോടെ. പിന്നെ ഇതെന്താ ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ്. ഞാൻ കഴിക്കത്തില്ല, എന്നാലും എനിക്ക് കൊതി വരുന്നുണ്ട്. പിന്നെന്താ, ഞണ്ട്. കൊഞ്ച് നമ്മൾ മേടിച്ചില്ല കേട്ടോ, ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ മേടിക്കും. തലക്കറി ഉണ്ടല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ പോകണം. എൻ്റെ പൊന്നെ, എനിക്ക് അതിനകത്ത് കയറി കുളിക്കാൻ തോന്നും. ഒത്തിരി ഒരു കലത്തിനകത്ത് നിറയെ ചോറിട്ടിട്ടങ്ങനെ തിന്നാൻ തോന്നും. ആ മാതിരി സൈക്കോണ് ഗൈസ്. അപ്പം എല്ലാം കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി, ബായ്.